Did you ever feel that staying silent sometimes is the best answer that you can give? യെസ്, ഒന്ന് ഓർത്ത് നോക്കിയേ. പലപ്പോഴും പല ആർഗ്യുമെൻറ്റും പലരുമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കേട്ടിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ഒന്നും പറയാതെ നമ്മൾ നാച്ചുറലി സൈലൻ്റ് ആയിപ്പോവും, അല്ലേ? അതെന്തുകൊണ്ടാണ്? അത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളപ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ക്വസ്റ്റ്യൻ്റെ പവർ കേട്ടിട്ട് നമുക്കൊന്നും മറുപടി കൊടുക്കാനുണ്ടാവില്ല, നമ്മൾ സൈലൻ്റ് ആയിപ്പോവും. രണ്ട്, ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ പറയുന്ന കേട്ടിട്ട് ഇതെന്താ പറയുന്നത്, ഇനി മറുപടി നമ്മൾ എന്താ കൊടുക്കേണ്ടേ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സൈലൻ്റ് ആയി പോകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ മറുപടി കൊടുക്കുക. അത് മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലായില്ലെങ്കിൽ അൺനെസസറിലി ഞാനാണ് ശരി എന്നുള്ള ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം പറയുക, മുന്നിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് വിടുക. രണ്ട്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോഴേ ചിലരുണ്ടല്ലോ, തെറ്റുകൾ അറിഞ്ഞിട്ടും വീണെടുത്ത് കിടന്നുരുളുന്ന ആ ഒരു സ്വഭാവമല്ലാതെ നമ്മൾ തെറ്റിനെ റിയലൈസ് ചെയ്ത് ജസ്റ്റ് ചെയ്യാ സോറി അത്രയും പറഞ്ഞ് അതും അവിടെ നിർത്താവുന്നതാണ്. ചില സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റേ സൈലൻറ്റ്. ചില റിലേഷൻഷിപ്പിൽ എപ്പോഴും മറുപടി കൊടുക്കണമെന്ന് ആവശ്യമില്ല. അതിപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫിൻ്റെ ബോണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്ററിൻ്റെ ആയിക്കോട്ടെ, ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എപ്പോഴും നമുക്ക് നമ്മളെ ഒരു ന്യായീകരണം, എപ്പോഴും ഒരു ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെയും സൈലൻ്റ് ആയിരിക്കുന്നത് ആ റിലേഷൻഷിപ്പിന് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ട്, യു വിൽ ബി എ ഗുഡ് ലിസ്ണർ, കൂടുതൽ കേൾക്കാൻ പറ്റും. അനാവശ്യമായ കോൺഫ്ലിക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി റെസ്പെക്റ്റ് നേടാൻ പറ്റും. കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും നമ്മൾ സൈലൻ്റ് ആയിരിക്കുമ്പോൾ. ഒട്ടുമേ സംസാരിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഏതെന്നറിയോ? നമ്മൾ ഒത്തിരി ദേഷ്യത്തിലാവുമ്പോൾ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല. കൺവെർസേഷൻ നടക്കുന്ന ടോപ്പിക്കിനെ പറ്റി, ആ കാര്യത്തെപ്പറ്റി അറിവില്ല, ഇനഫ് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സൈലൻ്റ് ആയിരിക്കുക. കുറച്ച് പേര് കൂടി ഒരു ഗോസിപ്പ് നടക്കുമ്പോൾ അവിടെ നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ താഴുന്നു എന്നറിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ആ നേരത്ത് അവിടുന്ന് ലീവ് ആകുക. അതർവൈസ് ഇഫ് യു കാൺ ലീവ് ദാറ്റ് പ്ലേസ് ദെൻ ബി സൈലൻറ്റ്. ഒരുപാട് പേര് കൂടി നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ കംപ്ലൈൻ്റാണ്, നീയാണ് തെറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുറേ പേര് സംസാരിക്കുമ്പോൾ ഓരോരുത്തർ അവരെല്ലാവരുടെയും ഇടയ്ക്ക് നിന്ന് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ സൈലൻ്റ് ആയിരിക്കുക.